ഹായ് എവ്രിവൺ, ഞാനിവിടെ ഇന്ന് കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടപ്പെട്ടിട്ടുള്ള ചിക്കൻ നഗറ്റ്സ് ആണ് റെഡിയാക്കുന്നത്. എല്ലാവർക്കും കവിതാസ് ഷുഗർ ആൻഡ് സ്പൈസിലേക്ക് വീണ്ടും സ്വാഗതം. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ബെല്ലൈക്കോൺ കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ കിട്ടും. ആദ്യം നമുക്ക് ഒരു 4 സ്ലൈസ് വൈറ്റ് ബ്രെഡ് അതിൻ്റെ സൈഡൊക്കെ കട്ട് ചെയ്തിട്ട് ഒരു ബ്ലെൻഡർ അല്ലെങ്കിൽ ഒരു ഫുഡ് പ്രോസസ്സറിൽ ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ഇത് ഫ്രഷ് ബ്രെഡ് യൂസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ഒരു 1-2 ദിവസം പഴകിയ ബ്രെഡാണ് കുറച്ചും കൂടി നന്നായി പൊടിഞ്ഞ് കിട്ടുക. അപ്പോൾ ഇതൊരു 30 സെക്കൻഡൊക്കെ ബീറ്റ് ചെയ്താൽ മതിയാവും. അത്രയും കഴിയുമ്പോഴേക്കും ഇത് ഇതുപോലെ ഒരു കണ്ടീഷനിൽ ഇത് റെഡി ആയിട്ടുണ്ടാവും. ഇനി അതൊരു പാത്രത്തിലേക്ക് മാറ്റാം. എന്നിട്ട് ഞാനിവിടെ ഒരു ചിക്കൻ ബ്രസ്റ്റാണ് എടുത്തിരിക്കുന്നത്. ബോൺലെസ് ചിക്കൻ ബ്രസ്റ്റ് ക്യൂബ്സ് ആക്കി മുറിച്ചതാണ്. അളവ് പറയുകയാണെങ്കിൽ 500 ഗ്രാം ഉണ്ട്, ഏകദേശം 1 പൗണ്ടോളം വരും. അപ്പോൾ അത് ഇതേ ഫുഡ് പ്രോസസ്സറിൽ ഇടുക. എന്നിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. പിന്നെ 1 ടീസ്പൂൺ അനിയൻ പൗഡർ, ഡ്രൈഡ് അനിയൻ പൗഡർ, 1 ടീസ്പൂൺ ഗാർലിക് പൗഡർ, ഒരു 1/4 ടീസ്പൂൺ ജിഞ്ചർ പൗഡർ, 1 ടീസ്പൂൺ പപ്രിക്ക, ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി. ഈ പപ്രിക്ക ചേർക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, അത് നിങ്ങൾക്ക് കുറച്ചും കൂടി വൈറ്റ് കളറായിട്ടുള്ള നഗറ്റാണ് വേണ്ടതുണ്ടെങ്കിൽ ഇത്ര ചേർക്കേണ്ട, ഒരു 1/2 ടീസ്പൂൺ ചേർത്താൽ മതിയാവും. അതുപോലെ എല്ലാ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ളത് ഇല്ല, പൗഡർ ഇല്ല എന്നുണ്ടെങ്കിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്താൽ മതി. ഉള്ളി മാത്രം അരച്ചങ്ങനെ ചേർക്കേണ്ട, കാരണം അതിൽ പിന്നെ വെള്ളം കൂടും. ഇതൊന്ന് ഈ ചിക്കൻ ഒന്ന് അരഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ചിരിക്കുന്ന ബ്രെഡിൻ്റെ ആ പൊടി ചേർക്കണം. അപ്പോൾ അത് ടോട്ടൽ 1 കപ്പാണ് ഞാൻ ചേർക്കാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഞാൻ 2 ബാച്ചായിട്ടാണ് ഇതിലേക്ക് ചേർക്കുന്നത്. ആദ്യം ഒരു 1/2 കപ്പ് ഇടാം. അതിനുശേഷം ഒന്നുകൂടി തിരിച്ചു കൊടുത്തിട്ട് ഒന്നുകൂടി ഓണാക്കിയതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള 1/2 കപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഈ ഒരു റെസിപ്പി ഞാൻ ചിക്കൻ തൈസൊക്കെ വെച്ചിട്ട് ട്രൈ ചെയ്തിട്ട് അത്രയും കൂടെ ഒരു സാറ്റിസ്ഫാക്ടറി ആയിരുന്നില്ല. ചിക്കൻ ബ്രസ്റ്റിൻ്റെ ആ ഒരു ടെക്സ്ചറൊന്നും ടേസ്റ്റും ഒന്നും അതിന് വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കഴിയുന്നതും ചിക്കൻ ബ്രസ്റ്റ് തന്നെ വെച്ചിട്ട് ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. അങ്ങനെ നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് നമുക്കിതിനെ ഒന്ന് പരത്തി എടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഇങ്ങനൊരു വലിയ പ്ലാസ്റ്റിക് പലകയാണ് എടുത്തിരിക്കുന്നത്. അതിൽ നമുക്ക് കുറച്ച് എണ്ണ തടവാം. കഴിയുന്നതും ചിക്കൻ അങ്ങനത്തെ സാധനങ്ങളൊക്കെ മരത്തിൻ്റെ പലകയിലൊന്നും വെക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം അതിൻ്റെ ജ്യൂസസൊക്കെ അതിൽ അബ്സോർബ് ആവും. അപ്പം പ്ലാസ്റ്റിക് ആകുമ്പോൾ നമുക്ക് നല്ലോണം ചൂടുവെള്ളത്തിലൊക്കെ കഴുകിയാൽ അതിലത്തെ ജേംസും ഒക്കെ പൊക്കോളും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പം ഞാൻ കുറച്ച് എണ്ണ തടവി ഇത് കണ്ടുവല്ലോ, അതുപോലെ തന്നെ കയ്യിലും എണ്ണ തടവി അതിന് ശേഷം നമ്മുടെ ചിക്കൻ ഇതിലിട്ടിട്ട് കുറച്ച് നേരം ഒരു 2 മിനിറ്റ് അതിനെ ഒന്ന് ഇതുപോലെ ഒന്ന് കുഴച്ച് കൊടുക്കണം. ഫുഡ് പ്രോസസ്സറിൽ അത് ഒന്ന് കുഴച്ചതാണെങ്കിൽ കൂടി നമ്മുടെ കൈ വെച്ചിട്ട് ഒന്ന് നല്ലോണം ഒന്ന് ഈവണാക്കി കുഴച്ച് കഴിയുമ്പോഴാണ് അതിൻ്റെ ഒരു കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ എത്തുക. അപ്പോൾ അതിന് ശേഷം നമ്മുടെ കൈ കൊണ്ട് ആദ്യം ഇതിനെ ഒന്ന് പലകയിലൊന്ന് പരത്തി കൊടുക്കുക. അതിന് ശേഷം നിങ്ങളുടെ അടുത്തുള്ള ഒരു റോളിംഗ് പിന്ന് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഈവണായിട്ട് അതിൻ്റെ മുകൾ ഭാഗമൊക്കെ ഒന്ന് ഫ്ലാറ്റാക്കി കൊടുക്കുക, നല്ലൊരു നീറ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം എന്തെങ്കിലും ഒരു കുക്കി കട്ടർ വെച്ചിട്ട് അല്ലെങ്കിൽ ചെറിയ മൂടി എന്തെങ്കിലും അങ്ങനെ ഉണ്ടാവില്ലേ, കുറച്ച് ഷാർപ്പ് എഡ്ജസ് ഉള്ള എന്തെങ്കിലും മൂടിയോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് ഇതുപോലെ ഓരോ പീസസ് മുറിച്ചെടുക്കാം. അപ്പോൾ ഏകദേശം ഒരു 1/4 ഇഞ്ച് തൊട്ട് 1/2 ഇഞ്ചിൻ്റെ നടുക്കുള്ളൊരു കട്ടിയിൽ വേണം നമ്മൾ ഇതിനെ മുറിച്ചെടുക്കാനായിട്ട്. അതിൽ കൂടും വേണ്ട, അതിൽ വല്ലാതെ തിന്നാക്കും വേണ്ട. അപ്പോൾ അതുപോലെ ഞാൻ എല്ലാം മുറിച്ചെടുക്കാം. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ കുക്കി കട്ടറോ അല്ലെങ്കിൽ ഇതിന് പാകത്തിനുള്ള മൂടിയില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് കത്തി വെച്ചിട്ട് സ്ക്വയർ പീസസ് ആക്കിയിട്ട് മുറിച്ചെടുത്താലും മതി. കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വിരൽ വെച്ചിട്ട് അതിൻ്റെ സൈഡൊക്കെ ഒന്ന് അമർത്തി ഷേപ്പാക്കി കൊടുക്കുക. അങ്ങനെ നമ്മുടെ എല്ലാ നഗറ്റ്സും ഇവിടെ മുറിച്ച് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് നോക്കാം. ഇത് നമ്മൾ ഡീപ് ഫ്രൈ ആണ് ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് ഒരു പ്ലേറ്റിലേക്ക് കുറച്ച് ബ്രെഡ് ക്രംസ് എടുക്കാം. അതോടൊപ്പം തന്നെ ഒരു മുട്ടയുടെ വെള്ള എടുക്കാം. അതിൽ 1 ടേബിൾ സ്പൂൺ പാലും ഒരു 1/4 ടീസ്പൂൺ ഉപ്പും 1/4 ടീസ്പൂൺ കുരുമുളകും ഇട്ടിട്ട് അതൊന്ന് മിക്സ് ചെയ്യുക. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഒരു ഹോം മെയ്ഡ് ബ്രെഡ് ക്രംസ് ആണ്. അതിൻ്റെ റെസിപ്പി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പിന്നീട് പോസ്റ്റ് ചെയ്യാം.
അപ്പം അങ്ങനെ നമ്മുടെ എല്ലാ സംഗതികളും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ കട്ട്ലറ്റിനൊക്കെ ചെയ്യുന്ന പോലെ തന്നെ നമ്മുടെ നഗറ്റ്സ് ഓരോന്നായിട്ട് എടുത്ത് ആദ്യം മുട്ടയുടെ ആ മിക്സ്ചറിലേക്ക് ഇടുക. അതിനുശേഷം ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തിട്ട് ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ നമുക്ക് വറുത്തെടുക്കാം. ഈ ഒരു സ്റ്റേജ് എത്തിക്കഴിഞ്ഞാൽ, ഈ ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്ത ആ ഒരു സ്ഥിതി എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പം തന്നെ വറുക്കേണ്ട ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നീട് ഉപയോഗിക്കാനായിട്ട് അത് ഒരു പ്ലാസ്റ്റിക് ഡബ്ബയിൽ വെച്ച് ഫ്രീസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എണ്ണ ഇവിടെ ചൂടായിട്ടുണ്ടോ എന്ന് ഞാൻ കുറച്ച് ബ്രെഡ് ക്രംസ് ഇട്ട് ചെക്ക് ചെയ്ത് നോക്കി. അതിനുശേഷം നേരത്തെ പറഞ്ഞ പോലെ മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ടിട്ടാണ് നമ്മളിത് വറുത്തെടുക്കുന്നത്. കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ സൈഡും തിരിച്ചും മറിച്ചു ഇട്ട് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. എണ്ണ കുറച്ച് നന്നായിട്ട് ഒഴിച്ചിട്ടില്ലെങ്കിൽ അടിയിൽ പോയിട്ട് അത് അവിടെ ഒട്ടിക്കിടന്ന് അതിൻ്റെ അടിഭാഗം കരിഞ്ഞു പോകും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരുപാട് നേരം കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അതൊരു ലൈറ്റ് ഗോൾഡൻ കളറായി മാറുമ്പം നമുക്കത് അടുപ്പിൽ നിന്ന് എടുത്ത് മാറ്റാം. അങ്ങനെ നമ്മുടെ അടിപൊളി ചിക്കൻ നഗറ്റ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒറ്റൊരു ചിക്കൻ ബ്രസ്റ്റ് വെച്ചിട്ട് നമ്മളിവിടെ 33 ചിക്കൻ നഗറ്റ്സ് ആണ് റെഡിയാക്കിയിട്ടുള്ളത്. ഇതിൻ്റെ അകം നോക്കിയാൽ കാണാം നല്ല പെർഫെക്റ്റ് ആയിട്ട് കുക്കായിട്ടുണ്ട്. നമ്മൾ പപ്രിക്കയുടെ അളവ് കുറയ്ക്കുകയാണെങ്കിൽ കുറച്ചും കൂടി വെളുത്തിട്ടുണ്ടാകും. ആ ഒരു ക്രീം കളറായിരിക്കില്ല ഉണ്ടാവുക. അപ്പോൾ അത് നിങ്ങളുടെ പേഴ്സണൽ ചോയ്സാണ്. അപ്പോൾ എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. അടുത്ത തവണ വീണ്ടും വ്യത്യസ്തമായൊരു റെസിപ്പി ആയിട്ട് കാണുന്നവരെ ടേക്ക് കെയർ ആൻഡ് ഹാവ് എ വണ്ടർഫുൾ ഡേ. ബൈ.